ഹലോ മുത്തുമണികളെ, ചില കാര്യത്തിനെ കുറിച്ച് അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോർട്സ് ആയിട്ട് ഇങ്ങനെ വന്നേക്കുന്നത്. ചില വ്യക്തികൾ പിന്നെ അവരുടെ ഭാഗം ന്യായീകരിക്കുമ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് തെറ്റിലേക്ക് വന്നെടുത്തത് എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുള്ളത് കൊണ്ടും ഈ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ അവരുടെ കയ്യിൽ ഒരു ചാനലുണ്ട് എങ്കിൽ അത് വെച്ചിട്ട് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും പുണ്യവതിയായ സ്ത്രീ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽ പണ്ടേ പെട്ടതാണ്. ഇത് വാതോരാതെ ഘോരഘോരം പ്രസംഗിച്ച് അവസാനം എനിക്കറിയാൻ പാടില്ല, എനിക്കില്ലാത്ത തെറ്റുകളും കുറ്റങ്ങളും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ലോല ഹൃദയന്മാരായ ഇക്കാക്കന്മാരടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഒരുത്തന് നല്ല ലാവിഷായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരുന്നല്ലോ. അത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ തൂമച്ചീല വരെ കഴുകി അവളുടെ കാൽപാദ സേവ ചെയ്തവനെ ഇപ്പം കിട്ടുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അവൻ ഈ കള്ള് വാങ്ങാനുള്ള പൈസ പോലും അവൻ്റെ കയ്യിലില്ല. ഇവളാണ് കൊടുത്തതും, ഇവളുടെ വീട്ടിൻ്റെ അകത്ത് വാങ്ങിച്ച് വെച്ച് ഇരുന്ന് കുടിക്കുമ്പോൾ ഇവളറിയാതെ അല്ലല്ലോ. അപ്പോഴും ലൈവുകളിൽ വന്ന് ഓരോ ചങ്ങായിമാർ ഈ പുള്ളിക്കാരൻ കുടിച്ചിട്ടാണോ സംസാരിക്കുന്നത് എന്ന് പറയും, നിന്റെ തള്ളയാടാ കുടിച്ചിട്ട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ അപഹാസ്യപ്പെടുത്തിയ മദാമ ഇപ്പോൾ കുറേ അധികം കുപ്പികൾ എടുത്തുകൊണ്ട് വന്ന് ദാ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞതേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കബളിപ്പിക്കുമ്പോൾ ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഞാൻ പെടില്ല എന്നുള്ളതാണ്. ആ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ആലുവയിൽ ബസ് ഓട്ടിച്ച് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരനെ ഇക്കാക്ക് ചായ കുടിച്ചോ, ഇക്കാക്ക് ചോറ് കഴിച്ചോ, ഇക്കാക്ക് തുമ്മിച്ചോ തൂറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കി ഇവളുടെ അടിമയായിട്ട് കൊണ്ടുവന്നിട്ടിട്ട് അവസാനം ആ പുള്ളിക്കാരനെ ഇനി മതി. കാരണം ഈ പുള്ളിക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ ഇവൾക്കൊരിക്കലും തെണ്ടാൻ സാധിക്കില്ല, മറ്റുള്ളവർ ഇവൾക്ക് പൈസ കൊടുക്കില്ല എന്നുള്ള നല്ല പൂർണ്ണ ബോധ്യം ഇവൾക്ക് ഉണ്ട്. കാരണം ഒരുപാട് തവണ ഈ നോമ്പിൻ്റെ സമയത്താണെങ്കിലും ഇവൾ ഈ ഡ്രാമകൾ നടത്തിയതാണ്, കുറേ പൈസ തട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. അതെല്ലാം ചീറ്റിപ്പോയത് ഈ പുള്ളിക്കാരൻ ഇവളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവക്ക് മനസ്സിലായി. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കി ഇവരുടെ ഹിസ്റ്ററി എടുത്താൽ ഇവരുടെ ബാക്കിയുള്ള 3 ഭർത്താക്കന്മാരെയും മൊഴി ചൊല്ലാൻ ഇവരങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം പരപുരുഷന്മാരെ സമീപിക്കുന്ന വൃത്തികെട്ട നപുത്സക ജന്തു സ്വയം ഇങ്ങനെ അങ്ങ് ആകാശത്തോളം പൊന്തയും ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട് കരഞ്ഞു മെഴുകുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒയ്യോ ഒന്നും പറയാനില്ല. പൊന്നു മുത്തുമണികളെ, ഇത് നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ച് സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്.